ഡെറിവേറ്റീവ് ഓഫ് പ്രോഡക്റ്റ് ഫങ്ഷൻസ് ലെബനിസ് തിയറം നോക്കാം. ഇപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കിത് ഫോളോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതിന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ബേസിക് റിസൾട്ട്സും അതിൻ്റെ തിയറിയും പിന്നെ പ്രോബ്ലംസും എല്ലാം റിവൈസ് ചെയ്തിട്ട് മാത്രം ഇത് കേൾക്കുക കേട്ടോ. From the basic differential calculus course, the student is familiar with the way of finding the first derivative of product of two functions using product rule. In this chapter, our aim is to give a formula for finding the nth derivative of the product of two functions, and that formula is Leibniz formula, due to the German philosopher and mathematician Gottfried Wilhelm von Leibniz. അപ്പോൾ നമ്മൾ ഇത് പ്ലസ് ടുവിന് പഠിച്ചതിനകത്തിൽ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിലൂടെ നമുക്ക് nth ഡെറിവേറ്റീവ് കുറേ, അതായത് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ nth ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്തിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെബനിസ് തിയറം പഠിക്കാം. സപ്പോസ് യു ആൻഡ് വി ആർ ടു ഫങ്ഷൻസ് ഓഫ് എക്സ് പൊസസിങ് ഡെറിവേറ്റീവ്സ് ഓഫ് nth ഓർഡർ, ദെൻ ദി nth ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോഡക്റ്റ് ഫംഗ്ഷൻ യു ഈസ് ഗിവൺ ബൈ, അപ്പം യുവും വിയും ടു ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്. അതിൻ്റെ രണ്ടിനും nth ഓർഡർ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതായത് ആദ്യം യുവിനെ നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഒന്നുകൂടെ ചെയ്യുമ്പോൾ കിട്ടുന്നത്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് ഈ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ വീണ്ടും ഒന്നുകൂടെ ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് യുവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവാണ്. അപ്പോൾ ഈ ഓരോ പ്രാവശ്യവും നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തേർഡ് ഡെറിവേറ്റീവ്, ഫോർത്ത് ഡെറിവേറ്റീവ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുകയും വേണം. അപ്പോൾ ഇവിടെ യുവും വിയും രണ്ട് ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ്, nth ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ nth ഡെറിവേറ്റീവ് ഓഫ് ദി പ്രോഡക്റ്റ് ഫംഗ്ഷൻ യു വി ഈസ് ഗിവൺ ബൈ യു വി ഓഫ് nth ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് യു എൻ വി പ്ലസ് എൻ സി വൺ യു എൻ മൈനസ് വൺ വി വൺ പ്ലസ് എൻ സി ടു യു എൻ മൈനസ് ടു വി ടു പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി ആർ യു എൻ മൈനസ് ആർ വി ആർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ യു വി എൻ. യു വി എൻ ആ നൊട്ടേഷൻ കണ്ടില്ലേ? അപ്പോൾ നമ്മൾ nth ഡെറിവേറ്റീവിന് ഇങ്ങനെ ഈ ഒരു നൊട്ടേഷൻ കൊടുത്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. nth ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. യു എൻ വി പ്ലസ് എൻ സി വൺ യു എൻ മൈനസ് വൺ ബി വൺ പ്ലസ് എൻ സി ടു യു എൻ മൈനസ് ടു വി ടു പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി ആർ യു എൻ മൈനസ് ആർ വി ആർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ യു വി എൻ. അപ്പം ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? യു വി എൻ എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു വി ആ ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. യു എൻ ഇൻറ്റു വി, യു എൻ എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു ആണ്, ഇൻറ്റു വി പ്ലസ് എൻ സി വൺ ഇൻറ്റു യു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺത്തെ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി വൺ പ്ലസ് എൻ സി ടു എൻ മൈനസ് ടു ദ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി ടു പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി ആർ ഇൻറ്റു യു എൻ മൈനസ് ആർ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് ആർത്തെ ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റു വി ആർ പ്ലസ് എക്സെട്രാ പ്ലസ് എൻ സി എൻ യു വി എൻ. ഓക്കെ, ഇപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ ആദ്യം യുവിൻ്റെ nth ഡെറിവേറ്റീവ് ഇൻറ്റു വി ആണ്, അതിനുശേഷം എൻ സി വൺ എൻ സി ടു അതിങ്ങനെ ഇങ്ങനെ വരും, എൻ സി എൻ വരെ വരുന്നുണ്ട്. പിന്നെ യുവിൻ്റെ ആ ഒരു ഡെറിവേറ്റീവിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞു വരുന്നു, ഓർഡർ ഇങ്ങനെ കുറഞ്ഞു വരുന്നു, എൻ മൈനസ് വൺ ആവുന്നു. അപ്പോൾ വിൻ്റെത് കൂടിയും വരുന്നു, വി വൺ ആവുന്നു, വി ടു ആവുന്നു, അങ്ങനെ അങ്ങനെ പോയി അവസാനം എൻ സി എൻ എന്ന് പറഞ്ഞാൽ വൺ ആണല്ലോ, യു വി എൻ വരെ എത്തുന്നു. നൊട്ടേഷൻസ് യൂസ്ഡ് ഇൻ ദി ലെബനിസ് തിയറം. ഇപ്പോൾ എൻ സി വൺ അറിയാമല്ലോ, എൻ ആണ്. എൻ സി ടു കണ്ടുപിടിക്കുന്നത് കോമ്പിനേഷൻസ് നിങ്ങൾ പഠിച്ചതായിരിക്കും. എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ വൺ ഇൻറ്റു ടു ആണ്. എൻ സി ത്രീ കണ്ടുപിടിക്കുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ബൈ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ, അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെ പോയി ഓരോന്നും ഇതേ രീതിയിൽ കണ്ടുപിടിക്കുക. എൻ സി എൻ എന്ന് പറഞ്ഞാൽ വൺ ആണ്. ദ സഫിക്സ് n is a positive integer giving the order of the derivative. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ഓഫ് ദ ഡെറിവേറ്റീവിനെ കാണിക്കുന്നു. യു വി എൻ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ദ nth ഡെറിവേറ്റീവ് ഓഫ് യു വി. യു എൻ എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു. യു എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ ഡെറിവേറ്റീവ് ഓഫ് യു ആൻഡ് സോ ഓൺ.
Also un is equal to d of un minus 1, where d is the differentiation operator. ഓക്കെ, ഡി ഓഫ്, അതായത് നമുക്ക് ഈ ഡെറിവേറ്റീവിനെ കണക്കി ക്യാപിറ്റൽ ഡി യു ഉപയോഗിക്കാം. യു എൻ എന്ന് പറഞ്ഞാൽ ഡി ഓഫ് യു എൻ മൈനസ് 1 ആണ്. ഇൻ പർട്ടിക്കുലർ ഡി സ്ക്വയർ യു ഈസ് ഈക്വൽ ടു ഡി ഓഫ് ഡി യു. If we denote the nth derivative by d raised to n of uv, d raised to n of u and so on, then the Leibniz theorem can be written as d raised to n of uv is equal to nth ഡെറിവേറ്റീവിന് ഡി റേസ് ടു എൻ, ഡി വെച്ചിട്ട് ഈ രീതിയിൽ നൊട്ടേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡി റേസ് ടു എൻ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു വി ആണ്, ഡി റേസ് ടു എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ nth ഡെറിവേറ്റീവ് ഓഫ് യു ആണ്. അങ്ങനെ എടുത്താൽ ഡി റേസ് ടു എൻ ഓഫ് യു വി ഈസ് ഈക്വൽ ടു ഡി റേസ് ടു എൻ ഓഫ് യു ഇൻറ്റു വി പ്ലസ് എൻ സി വൺ ഡി റേസ് ടു എൻ മൈനസ് വൺ ഓഫ് യു ഇൻറ്റു ഡി വി പ്ലസ് എൻ സി ടു ഡി റേസ് ടു എൻ മൈനസ് ടു ഓഫ് യു ഇൻറ്റു ഡി സ്ക്വയർ വി പ്ലസ് എക്സെട്ര പ്ലസ് NCR d raised to n minus r of u into d raised to r v plus etc plus u into d raised to n of v. ഓക്കെ, ഇങ്ങനെ നമുക്ക് നേരത്തെ എഴുതിയ നൊട്ടേഷൻ മാറ്റിയെന്നേ ഉള്ളൂ, സെയിം ഫോർമുല തന്നെയാണ്. nth ഡെറിവേറ്റീവ് ഓഫ് യു വി കൺസിസ്റ്റ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ്. അപ്പോൾ nth ഡെറിവേറ്റീവ് കണ്ടുപിടി, n എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പറാണ്. അപ്പോൾ nth ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ഫൈനൈറ്റ് നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും ഉണ്ടാവുക. ഫൈൻഡ് ദ തേർഡ് ഡെറിവേറ്റീവ് ഓഫ് ഫൈ സിക്കൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ എക്സ്. എൻ്റെ തേർഡ് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ നേരത്തെ ഇതുവരെ തേർഡ് ഡെറിവേറ്റീവ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ബൈ ലെബനിസ് ഫോർമുല ടേക്കിംഗ് യു ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പം നമുക്ക് ഒരു ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റാണ്, അതിൻ്റെ തേർഡ് ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത്, പ്രോഡക്റ്റിൻ്റെ തേർഡ് ഡെറിവേറ്റീവ്. അപ്പം നമ്മൾ ഫോർമുലയിൽ യു ഇൻറ്റു വി അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനെ യു എന്ന്, സെക്കൻഡ് ഫംഗ്ഷനെ വി എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എക്സ് ക്യൂബിൻ്റെ സൈൻ എക്സ്, അതിൽ എക്സ് ക്യൂബിനെ യു എന്നും സൈൻ എക്സിനെ വി എന്നും വിളിക്കുന്നു. അപ്പോൾ യു വിയുടെ തേർഡ് ഡെറിവേറ്റീവ് ഈക്വൽ യു ത്രീ വി പ്ലസ് 3c1 u3 minus 1 v1 plus 3c2 u3 minus 2 v2 plus 3c3 u3 minus 3 v3 ഇങ്ങനെ എഴുതാം. പിന്നീട് എന്താ നമ്മൾ എഴുതാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ u3 minus 3 ആകുമ്പോഴത്തേനും യുവിൻ്റെ ഡെറിവേറ്റീവ് ഇല്ല, യു വരെയല്ലേ ഉള്ളൂ. 3 minus 3 എന്നാൽ യു നോട്ട് യു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു തന്നെയാണ്, ഒരു ഡെറിവേറ്റീവ് എടുക്കുന്നില്ലെങ്കിൽ നമുക്ക് യു തന്നെയാണ് കിട്ടുക. ഇനി അടുത്തൊരു ടൈം വരാനില്ല, നമ്മൾ അങ്ങനെയാണ് ഫോർമുല നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോറി, യു വി എൻ വരെയാണ് എത്തുന്നത്, അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി യു ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് എക്സ് ത്രീ ഇൻറ്റു സൈൻ എക്സ് പ്ലസ് 3c1 ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് 3c2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് സൈൻ എക്സ് പ്ലസ് എക്സ് ക്യൂബ് ഇൻറ്റു ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടിപ്പ് കൊടുത്തിരിക്കുന്നു. ഫോർ ഡിഫറൻസിയേഷൻ യൂസിങ് ലെബനിസ് തിയറം ഇൻ എ പ്രോഡക്റ്റ് ഇഫ് ദെയർ ഈസ് എ ഫാക്ടർ ഹാവിങ് സ്മോൾ ഇൻറ്റഗ്രൽ പവേഴ്സ് ഓഫ് എക്സ് then it is convenient to take that factor as x because the higher order derivatives terminate after few terms. അപ്പോൾ there is a factor having small integral powers of x. അപ്പോൾ ഇതിനകത്ത് ഈ എക്സിൻ്റെ പവർ വരുന്നതിനെ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. കാരണം ഇതിൻ്റെ ഡെറിവേറ്റീവ് ആദ്യം എടുക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് നമ്മളിങ്ങനെ എടുത്തെടുത്താണല്ലോ വരുന്നത്. ഇപ്പം ആദ്യമേ തന്നെ എക്സ് ക്യൂബിൻ്റെ തേർഡ് ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ അതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ ഇങ്ങനെ പോകുന്നു. ഇൻ ദി പ്രോഡക്റ്റ് ഇഫ് ദർ ഇസ് എ ഫാക്ടർ ഹാവിങ് സ്മോൾ ഇൻറ്റഗ്രൽ powers of x then it is convenient to take that factor as v because its higher order derivatives. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ രണ്ട് ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്തിൽ നമുക്ക് വിനെ വി ആയിട്ട് ചൂസ് ചെയ്യുന്ന എക്സിൻ്റെ പവേഴ്സ് വരുന്നത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ നമ്മൾ ഈ വി ആയിട്ട് ചൂസ് ചെയ്യുന്നതിൻ്റെ അല്ല ഡെറിവേറ്റീവ് എടുത്തെടുത്ത് വരുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തെടുത്ത് വരുമ്പോൾ
നമുക്ക് ഒരിടത്ത് ചെല്ലുമ്പം അതെന്താവും, അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ പവർ ആണെങ്കിൽ നമുക്ക് n×(x^n−1) അടുത്തത് എടുക്കുമ്പോൾ n×(n−1)×(x^n−2) ഇങ്ങനെ പോയി ലാസ്റ്റ് n⁴ വരും ഒരു സ്റ്റേജ് എത്തുമ്പം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n⁴ കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആയിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി ടേംസ് എഴുതണ്ട. അങ്ങനെയൊരു പ്രയോജനം അങ്ങനെ എടുക്കുന്നതിലൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മാത്രം നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ പഴയ പ്രോബ്ലംസും എല്ലാം ഒന്ന് നോക്കുക.